അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടെലി സ്ക്വയറിൻ്റെ പാചകപ്പുരയിലേക്ക് കയറിയാലോ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നല്ല വാഗ വരാൽ എങ്ങനെ നമുക്ക് നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ രുചികരമായി പാചകം ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഇത് കണ്ടോ, വാഗ വരാലിൻ്റെ മാംസമാണ്. അതൊരു 1.5 കിലോയോളം ഉണ്ട്. അത് വിനാഗിരി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചട്ടി എടുക്കണം, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് പൊട്ടണം. പിന്നെ ആവശ്യമായിട്ടുള്ളത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാമാണ്. അപ്പോൾ നമ്മൾ പൊട്ടി വരുന്ന ഉലുവ പൊട്ടിയ അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചെറുതായി അരിഞ്ഞത് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു കൂട് വെളുത്തുള്ളി, പിന്നെ ഒരു 3-4-5 കഷ്ണം ഉള്ളി, ഇതൊക്കെ മതിയായി. പിന്നെ കറിവേപ്പില അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് നമുക്കൊരു 3-4-5 പച്ചമുളക് കീറിയിട്ട് അത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടി വരട്ടെ. അതിൻ്റെ ഒരു നിറം മാറുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെന്താ ഇനി വേണ്ടത്? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അത് ഒരു 50 ഗ്രാമെങ്കിലും വേണം മുളക് പൊടി. അത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, പിരിയമുളകിൻ്റെ പൊടിയാണ്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് ചേർത്താൽ മതി, നന്നായിട്ട് പൊടിഞ്ഞ മുളകല്ലേ. അത് നമ്മൾ മറ്റു ചേരുവകളുടെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ ഒരു നിറം മാറും. ആ സമയത്ത് അതുവരെയാണ് അതിൻ്റെ പാകമെന്ന് പറയുന്നത്. അതിൻ്റെ നിറം മാറി വരും. കണ്ടോ, ഈ ഒരു നിറമാകണം. നേരത്തെയുള്ള നിറം മാറി വരുന്ന സമയത്ത് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ. പിന്നെന്താ ചേർക്കേണ്ടത്? പ്രധാനപ്പെട്ടത് ഉപ്പ്. അത് കല്ലുപ്പ് കലക്കി വെച്ചിരുന്നതാണ്. അതാണ് നമ്മൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി ഇനി അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മൾ കായൽ മത്സ്യങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അത് കുറച്ച് നേരം വിനാഗിരി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം അതിൻ്റെ ഒരു ചേറ് ചൊവ എല്ലാവർക്കും പല വീഡിയോയിലും ഞങ്ങൾ പറയുന്നതാണ്. കായൽ മത്സ്യങ്ങൾക്ക് ചേറ് ചൊവ ഉണ്ടാവും. അത് സ്ഥിരമായിട്ട് കഴിക്കാത്തവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് വിനാഗിരിയിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി. കണ്ടപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കഷ്ണം അതിലേക്ക് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കണം. വെള്ളം പിഴിഞ്ഞിട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റിയാണ്. അത് നികക്കെ കിടന്നാൽ മതി വെള്ളം. പിന്നെ ആ മീനിൻ്റെ അകത്തുനിന്ന് വെള്ളം ഊർന്ന് വന്നോളും. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് ഇളക്കി ഒന്ന് അരപ്പുമൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ച് കൊടുക്കണം. വരാലെന്ന് പറയുന്നത് പ്രസവശേഷം അല്ലെങ്കിൽ സിസേറിയനൊക്കെ കഴിഞ്ഞ് മുറിവൊക്കെ ഉള്ളവർക്ക് വരാലിന് കൊടുക്കാൻ പറയും, നല്ലതാണ്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവ ചേർത്തില്ലല്ലോ, കറിവേപ്പില. അതെത്ര ചേർത്താലും നല്ലതാണ്.
ഇനി അത് മൂടി അവിടെ ഇരിക്കട്ടെ. നന്നായിട്ട് തിളച്ച് വറ്റണം. കണ്ടോ? ആഹാ, ഇത് മീനൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മൾ കുത്തി ഇളക്കലും പതുക്കെ വളരെ സോഫ്റ്റായിട്ട് വേണം ആ ഓരോ കഷ്ണവും ഇളക്കുന്ന സമയത്തൊക്കെ ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അടി പിടിക്കാതെ വളരെ ശ്രദ്ധിക്കണം. തീ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ച് വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഏകദേശം വറ്റി വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും അരച്ചൊന്നും വെച്ചില്ലെങ്കിൽ കറി ഇങ്ങനെ കുറുക്ക് വരികയില്ല, കുറുകിയിരിക്കത്തില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നോക്കിയേ, അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടി ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ കറി തിളച്ച് വരുമ്പോഴത്തേനും എണ്ണ ഇങ്ങനെ മുകളിൽ തെളിയും. കണ്ടല്ലോ, അങ്ങനെ തെളിയും. അതാണ് കറി പാകമായി എന്നുള്ളതിൻ്റെ തെളിവ്. എണ്ണ തെളിഞ്ഞു വരണമെന്ന് പഴമക്കാർ പറയും. അപ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. കണ്ടോ? ആഹാ, ചട്ടിയിലായതുകൊണ്ട് തീ ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ലാസ്റ്റ് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ. കണ്ടോ, നമ്മൾ എണ്ണ ഒഴിക്കാതെ തന്നെ ആ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റി ആകാൻ നല്ലതാണ്. വരാൽ കറി റെഡിയായി. ആഹാ, കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഇത് കപ്പയും അല്ലെങ്കിൽ ചോറും ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. പിന്നെ പിരിയമുളകിൻ്റെ പൊടിയായതുകൊണ്ട് എരിവും അധികമൊന്നും കാണില്ല. പക്ഷെ കണ്ടാലോ നല്ല എരിവുള്ള കറിയാണ്. കണ്ടില്ലേ, ഷാപ്പിലൊക്കെ കിട്ടുന്ന കറി പോലെ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വരാൽ കറി. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി കഴിച്ചാലോ? പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഇനിയും ഒരു നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും നന്ദി.